വഞ്ചന അവസാനിപ്പിക്കുക. പിണറായി സർക്കാരിന്റെ തൊഴിലാളി വഞ്ചന അവസാനിപ്പിക്കുക. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ രംഗത്ത് വരണം. ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? അസംഘടിത മേഖലയിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖല തന്നെയാണ്. ഏതാണ്ട് 13,000 തൊഴിലാളികളുള്ള സ്കൂൾ ബാധ്യത തൊഴിലാളി മേഖല എന്ന് പറയുന്ന 13,000 തൊഴിലാളികളാണ്. പാവപ്പെട്ട കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും ഒക്കെ മക്കള് അധികവും പഠിക്കുന്നത് സർക്കാർ സ്കൂളുകളിലാണ്. അവിടുത്തെ പോഷകാഹാരക്കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരവും ശുപാർശ പ്രകാരവും സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുക എന്നുള്ള പ്രവൃത്തി ഏർപ്പെട്ടത്. ആ പ്രവൃത്തിയാണ് തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാർ. തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഈ പ്രവൃത്തി നടക്കുമ്പോൾ കേരളത്തിലെ ഈ മേഖലയെ തകർത്തുകൊണ്ട് നേരത്തെ തന്നെ സമൂഹ അടുക്കള എന്നുള്ള ഒരു പദ്ധതി സർക്കാർ സ്കൂളുകളിലെ അധ്യാപക സംഘടനകളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാനായിട്ട് ഭക്ഷണം വിതരണം ചെയ്യാനായിട്ട് ഒരു കിച്ചൺ എന്നുള്ള നിർദ്ദേശവുമായി വന്ന് ഈ മേഖലയിലെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനുള്ള ഒരു കൂടനീക്കം നടത്തിയപ്പോൾ ഈ യൂണിയൻ മാത്രമാണ് നിരന്തരമായ പോരാട്ടം നടത്തി സർക്കാരിനെ കൊണ്ട് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയേണ്ട അവസ്ഥ ഉണ്ടായത്. ഈ യൂണിയൻ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് എന്ന കാര്യം എല്ലാവരെയും തൊഴിലാളികളെയും ഉൾപ്പെടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. 1000 രൂപയെങ്കിലും നമുക്ക് കിട്ടണം. പിന്നെ സർക്കാർ ഈ തൊഴിലാളികൾ 70 വയസ്സ് വരെ ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കണം. അവർ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ. എന്ന് വെച്ചാൽ 500 കുട്ടികളുള്ള സ്കൂളിൽ ഒരു തൊഴിലാളിയാണ്. രാവിലെ 6 മണിക്ക് പോകുന്ന തൊഴിലാളി വൈകുന്നേരം 5:30 ആകുമ്പോഴാണ് വീട്ടിൽ എത്തുന്നത്. അപ്പോഴും മിനിമം കൂലി 1000 രൂപയെങ്കിലും നമുക്ക് തന്നേ തീരൂ. അപ്പോൾ തൊഴിലാളിയുടെ ജോലി ഭാരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ശമ്പളം വർദ്ധിച്ചു തരണം സർക്കാരോട് ആവശ്യപ്പെടുകയാണ്. അത് തരണമെന്നാണ് നമ്മുടെ ആവശ്യങ്ങൾ. തൊഴിലാളികളുടെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പോൾ 10 വർഷം കൊണ്ട് ഒരു 50 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. 50 ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം നമുക്കിത് വേറെ 50 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. അത് നവംബർ 1 മുതലാണ് പ്രാബല്യത്തിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 500, 600 ഇപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. ഈ പാചക തൊഴിലാളികൾക്ക് ഈ ജോലി പോയിട്ട് വേറെ ജോലിയൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. പ്രായം വാർദ്ധക്യത്തിൽ അവർ ഒരുപാട് കഷ്ടപ്പാടാണ്. മറ്റേ ജോലിയെ പോലെയല്ല, കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന തൊഴിലാളിയാണ്. 500 പേർക്ക് ഒരാളാണോ? 500 പേര് ഒരാളാണ്. അപ്പം 999 കുട്ടിയായാലും 2 പേർക്കാണ്. 2 പേര് 500 ഒരാൾ. 499 ആയാലും ഒരാൾ. 501 കഴിഞ്ഞ് അത് കഴിഞ്ഞ് 1000-ആകുമ്പോൾ 2 പേരാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ് ഈ തൊഴിലാളികൾ അനുഭവിക്കുന്നത്. പിന്നെ സാറന്മാർക്ക് സമയത്ത് പൈസ കൊടുക്കും. 2ാം തീയതി 3ാം തീയതി സാറന്മാർക്ക് കൊടുക്കും. പക്ഷേ അവർക്ക് പൈസ കിട്ടി, നമുക്ക് കിട്ടൂല. ഇപ്പം 3 മാസം കൂടുമ്പോഴാണ് 1 മാസം ശമ്പളം തരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ പൈസ കിട്ടി അവർ പരസ്പരം ചോദിക്കും നിങ്ങൾക്ക് ശമ്പളം വീണ. അപ്പോൾ നമ്മളെ അവസ്ഥയെന്ന് വെച്ചാൽ ഇറച്ചിക്കടയിൽ പട്ടിയുടെ അവസ്ഥയാണ് നമ്മളിങ്ങനെ. കാര്യം അവരെക്കാട്ടി കഷ്ടപ്പെട്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സമയത്ത് 10 രൂപ ആവട്ടെ, അത് സമയത്ത് അധ്യാപകർ വന്നില്ലെങ്കിൽ അന്ന് ക്ലാസ് ഉണ്ടായിരിക്കും. അതേവസരം സ്കൂൾ പാചക തൊഴിലാളി വന്നില്ലെങ്കിൽ മക്കൾ പട്ടിണിയിലാണ്. അപ്പോഴവിടൊക്കെ എത്ര റെസ്റ്റ് എടുത്താലും എത്ര വൈകിയായാലും നമ്മൾ കറക്റ്റായിട്ട് തൊഴിലാളികൾ വന്ന് രാവിലെ വന്ന് അവർക്ക് ഉച്ചഭക്ഷണം 12 മണിക്ക് മുന്നേ റെഡിയാക്കി കൊടുക്കുകയാണ് എല്ലാ അമ്മമാരും. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്ന അമ്മമാരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാവില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക തന്നെ വേണം. ശുഭപ്രതീക്ഷയോടെ 140 ന്യൂസ് ടീമിൽ നിന്ന് വിനീതിനോടൊപ്പം റിപ്പോർട്ടർ റസിൻ.